ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. ഏറ്റവും വൃത്തിയുള്ള ഒരാളെയും വൃത്തിയില്ലാത്ത ഒരാളെയും തിരഞ്ഞെടുക്കണമെന്നതായിരുന്നു ഇന്ന് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി. അതിൽ അനുമോള് രേണുവിന് വൃത്തിയില്ല എന്ന് പറയുന്നുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളത് കൊണ്ട് രേണു ചേച്ചി കുളിക്കാറില്ല എന്നും മേല് കഴുകുന്നുണ്ട് എന്നും തല കഴുകുന്നില്ല എന്നും തലയിൽ പെയിൻ ഉണ്ടെന്നും വൃത്തി ഒട്ടും തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട് അനുമോള്. പറഞ്ഞത് ഇത്തിരി ഹാർഷായി പോയി എന്ന് എനിക്കും തോന്നി. രേണുവിന് 3-4 വോട്ടുകൾ കിട്ടി. വൃത്തിയില്ല എന്നുള്ള ഹൈജീനിക് അവാർഡും രേണുവിന് തന്നെ കിട്ടി. ഈ ഒരു ടാസ്ക് കഴിഞ്ഞതും രേണു ക്യാമറയിൽ ചെന്നിട്ട് അങ്ങ് പൊട്ടി കരയുവാണ്. എനിക്ക് ഹേർട്ടായി ബിഗ് ബോസ്, എന്നെ പുറത്താക്കൂ ബിഗ് ബോസ്, എന്നെ നാട്ടിലേക്ക് വിടൂ, ഞാൻ വീട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ആകെ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. മത്സരം ഓരോ ദിവസം കഴിയുന്നതോറും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പല വലിയ ആരോപണങ്ങളും ഉന്നയിച്ച് അവിടെ ഒരു മനുഷ്യന്റെ കുടുംബജീവിതത്തെ വെച്ച് വരെ വേറൊരാൾ ഗെയിം കളിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് പെയിനെന്നും ഹെയർ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ അവിടെ ക്യാമറയുടെ മുൻപിൽ പോയി നിന്ന് പൊട്ടി കരയുന്നത്. എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പറയുന്നവരെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കുക തന്നെ വേണം. ഷോയ്ക്ക് ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസും കൊടുക്കാതെ ഈ രീതിയിൽ ക്യാമറയിൽ പറയുന്നവരെ പുറത്താക്കുക തന്നെ വേണം. പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? പുറത്താക്കണ്ടേ? മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ഈ പുള്ളിക്കാരത്തി. ഇന്നലെ ആരോ ഒരാള് കൈ മുറിഞ്ഞ് സെപ്റ്റിക് ആയി എന്ന് പറഞ്ഞിരുന്നു. അത് അപ്പുറത്തിരുന്ന് രേണു കേട്ടിട്ട് റിയാക്ട് ചെയ്യുവാണ്. സെപ്റ്റിക്കോ, ആരാ സെപ്റ്റിക് എന്നും പറഞ്ഞിട്ട്. ജോക്സ് അപ്പാർട്ട്, ആ ലെവല് വിക്ടിം കളിയാണ് രേണു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി ഒരു സാർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ സീസണിൽ എന്തുമാത്രം ആരോപണങ്ങൾ കേട്ട വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ഷോയിൽ 100 ദിവസം നിന്ന് 3-ാം സ്ഥാനത്തല്ലേ ജാസ്മിൻ പുറത്തേക്ക് വന്നത്. ഓരോരുത്തരും ഇങ്ങനെ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഓരോ കളിയാക്കലുകളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴും ജാസ്മിൻ ഇങ്ങനെ മാറിയിരുന്ന ഈ രീതിയിൽ ബ്രേക്ക് ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ജാസ്മിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുളിക്കാറില്ല എന്നും അതും ഇതും ഈ പറയുന്ന സെയിം ആരോപണങ്ങൾ, ഹെയർ എക്സ്റ്റൻഷനും അതേപോലെ തന്നെ പേനെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി ആരോപണങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. അപ്പോൾ ജാസ്മിൻ ഒന്നും ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ച് പടപൊരുതി നിന്ന് കളിച്ചിട്ടാണ് ജാസ്മിൻ പുറത്തേക്ക് വന്നത്. ഇപ്പൊ രേണുസുതി ഇത്രയും സൈബർ അറ്റാക്ക് പുറത്ത് നേരിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു രീതിയിലും മെന്റലി സ്ട്രോങ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയ്ക്ക് ഒട്ടും തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളും എല്ലാവരും ഇരുന്ന് സമാധാനിപ്പിക്കാനുണ്ട് രേണുവിന് ചുറ്റും. ശാരികയും എല്ലാവരും തന്നെയുണ്ട്. പക്ഷെ രേണു ഒട്ടും തന്നെ കൂളാവുന്നില്ല. എനിക്ക് നാട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.